ഹായ് ഹലോ ഗ്രീൻ ടു വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മൾ തൃശ്ശൂർക്ക് പോയതാണ്, വെറുതെ ഒന്ന് ഞായറാഴ്ചയല്ലേ, അപ്പോൾ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അതേപോലെ തന്നെ നമ്മൾ തൃശ്ശൂർക്ക് രണ്ട് മൂന്ന് വഴി പോകാറുണ്ട്. ഒന്ന് മണ്ണുത്തി വഴിയും പിന്നെ ഉല്ലൂർ വഴി, പിന്നെ അവസാനം ജൂബിലി വഴിയാണ് പോകാറ്. അപ്പോൾ ജൂബിലി വഴി പോകുമ്പോൾ അവിടെ ഒരുപാട് പെറ്റ് ഷോപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വഴി തൃശ്ശൂർ പോകുമ്പോൾ റൈറ്റ് സൈഡിൽ തോമസ് ആൻഡ് കസ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റ് നമ്മൾ ഇതിലെ പോകുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഫുഡ് അടിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല നീറ്റാണ്. ഞങ്ങൾ വന്ന നേരം എന്ന് വെച്ചാൽ ഒരു 10 മണിക്ക് ആയപ്പോഴും നമ്മൾ അവിടെ എത്തി. പക്ഷേ അവിടുത്തെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 12 മണിക്കാണ് ഓപ്പണിംഗ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ കയറിയിട്ടാണ്. പക്ഷേ അത് കാരണം ഫുഡ് അടിക്കാൻ പറ്റിയില്ല. ഇനിയൊരു പ്രാവശ്യം നമുക്ക് പോകുമ്പോൾ അവിടെ ഫുഡ് അടിക്കും കാരണം. അപ്പോൾ അത് കാരണം ഇവിടെ ഒരു ഫ്രണ്ടിൽ തന്നെ ഒരു വലിയൊരു ഫിഷ് ടാങ്ക് ഉണ്ട് കേട്ടോ. അതിന് നടുക്കൊരു ചെടിയൊക്കെ വെച്ചിട്ടുള്ള ഒരു മരമൊക്കെ ഉണ്ട്. നല്ല രസമാണ്, നല്ല വൈബാണ് ഇവിടെ ഇരിക്കാനുണ്ട്. ഒരുപാട് ആൾക്കാർ വൈകുന്നേരം ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അത് കാരണം നമ്മൾ ഇവിടെ കയറാൻ വന്നത്. പക്ഷേ നമ്മൾ വന്ന നേരം നല്ല നേരമല്ല, അപ്പം അത് കാരണം നമുക്ക് കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഫിഷ് ടാങ്കും പിന്നെ അതുപോലെ തന്നെ അവിടെ ആ പരിസരങ്ങളൊക്കെ നമ്മളൊന്ന് വീഡിയോ എടുത്തു. ഈ ടാങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമുക്ക് വീട്ടിലൊന്ന് സെറ്റ് ചെയ്യണം. ഇതേപോലെ അല്ലെങ്കിലും ഒരു കോഴിക്കാർപ്പിൻ്റെ ടാങ്ക് ഒന്ന് സെറ്റ് ചെയ്യണം. ഞാൻ ഇവിടെ കണ്ടപ്പോൾ ഇത്രയും വലിപ്പം കോഴിക്കാർപ്പ് വരുന്നത് വിചാരിച്ചില്ല. ഞാൻ പല സ്ഥലത്തും വലിപ്പം ഫോണിലും അതുപോലെ തന്നെ ടി വിയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത്രയും വലിപ്പം നേരിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും വലിപ്പമുള്ള കോഴിക്കാർപ്പിനെ കണ്ടത്. അപ്പോൾ അത് കാരണം ഭയങ്കര കൗതുകമായിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ അത്. പിന്നെ ഈ ടാങ്ക് നല്ല നീറ്റാണ് കേട്ടോ. വെള്ളമായാലും നല്ല നീറ്റാണ്. പിന്നെ ഇത് മരത്തിൻ്റെ കടക്കാണ് ഈ ടാങ്ക് ഇരിക്കുന്നത്. അത് കാരണം കൊണ്ട് സൂര്യപ്രകാശം വല്ലാണ്ട് അടിക്കുന്നില്ല. അത് കാരണം കൊണ്ട് ആലകൊന്നും പിടിക്കില്ല കേട്ടോ. വെള്ളത്തിന് വലിയ ആലകൊന്നും പിടിക്കുന്നില്ല. എന്നാലും ചെറിയ രീതിയിൽ അരിച്ചിറങ്ങുന്നുണ്ട്. ആ ഇലകളുടെ ഇടയിൽ കൂടെ സൂര്യപ്രകാശം ഇങ്ങനെ അരിച്ചിറങ്ങുന്നുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ മീൻ പോകുമ്പോൾ അതിൻ്റെ കളറുമ്പോഴേക്ക് തട്ടുമ്പോൾ ഉള്ളൊരു ഭംഗി വേറെയാണ് കേട്ടോ. അപ്പം മച്ചന്മാരെ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടാ. അപ്പോൾ ഇതേപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.